الحمد لله الذي يسر طريق الهداية للمؤمنين ووعدهم بجزيل الجزاء في العاجلة وفي يوم الدين. وأشهد أن لا إله إلا الله ولي الصالحين، وأشهد أن محمدا عبده ورسوله أرسله الله رحمة للعالمين وحجة على العباد أجمعين. صلى الله على محمد وعلى آله الطيبين الطاهرين وعلى من تبعهم بإحسان إلى يوم الدين. إخوتي في الله، اتقوا الله ولا تموتن إلا وأنتم مسلمون. هذه أيام العشر أمامكم من أفضل أيام الدنيا، فاستبقوا الخيرات إلى الله مرجعكم جميعا. واذكروا الله في أيام معلومات، واذكروه كما هداكم، وسبحوه بكرة وأصيلا. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله، واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. بارك الله لنا ولكم بالقرآن العظيم، ونفعنا وإياكم بالآيات والذكر الحكيم، عصمنا وإياكم برحمته من الشيطان الرجيم. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും സന്തോഷത്തോടുകൂടി അംഗീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന തഖ്വയുടെ ജീവിതം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നോടെന്ന പോലെ ആദ്യമായി നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അങ്ങേയറ്റം സൂക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ സമ്പ്രത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ രാത്രിയും ഓരോ പകലുകളും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു രാത്രിയിലോ പകലിലോ ആയിരിക്കും നമ്മുടെ അന്ത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അന്ത്യനിമിഷം അങ്ങേയറ്റം സന്തോഷകരമാക്കി തീർക്കുമാറാകട്ടെ. ഇടതും വലതും എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏടുകൾ അന്ന് ചുരുട്ടപ്പെടും. ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. അന്ന് ദൃശ്യങ്ങളും അദൃശ്യങ്ങളും അറിയുന്ന അല്ലാഹുവിന്റെ മുന്നിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. നിങ്ങൾ പ്രവർത്തിച്ചത് എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ അവിടെ വെച്ച് ബോധ്യപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആദ്യമായി നിങ്ങളെ ഓതി കേൾപ്പിച്ച സൂറത്തുൽ ബഖറയിലെ ഏകദേശം അവസാന ഭാഗത്തുള്ള ആയത്ത് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്താണെന്ന് മുഫസ്സിറുകളിൽ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനമായി അല്ലാഹുവിന് നമ്മളോട് പറയാനുള്ള വചനമാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് അല്ലാഹുവിന് നമ്മളോട് അവസാനമായി പറയാനുള്ളത്. ثم توفى كل نفس ما كسبت وهم لا يظلمون.
പിന്നീട് ഓരോരുത്തരും അവര് പ്രവർത്തിച്ചതനുസരിച്ചുകൊണ്ട് അവരുടെ അമലുകൾ പൂർത്തിയായി നൽകപ്പെടും, അതിന്റെ ഫലം പൂർത്തിയായി നൽകപ്പെടും. യാതൊരു തരത്തിലുള്ള അക്രമവും അവരോട് കാണിക്കപ്പെടുന്നതല്ല. സൽക്കർമ്മങ്ങൾ ചെയ്ത് തങ്ങളുടെ ഏടുകൾ നിറച്ചവർ അന്ന് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സമയം അങ്ങേയറ്റം സന്തോഷിക്കും. അക്രമികൾ, മുജ്രിമുകൾ, അവരുടെ മുഖം വല്ലാതെ കരുവാളിച്ചിരിക്കും. ഉജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്ന് പല മുഖങ്ങളും അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, പല മുഖങ്ങളും വല്ലാതെ പ്രസന്നമായിരിക്കും. തന്റെ രക്ഷിതാവിലേക്ക് നോക്കുന്ന മുഖങ്ങളാണത്. അന്ന് കരുവാളിച്ചു പോയ ചില മുഖങ്ങളുണ്ട്. ഏതോ വലിയ ആപത്ത് അവയെ പിടികൂടാൻ പോകുകയാണ് എന്നവര് വിചാരിക്കുന്നു. അവരുടെ മുഖത്ത് വല്ലാത്തൊരു മ്ലാനത. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മുന്നിൽ മിന്നിമറയുന്ന ഓരോ രാത്രിയും പകലും അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുവാനുള്ള ഏടുകളാണ് എന്നുള്ള തിരിച്ചറിവ് എന്ന ബോധം നമുക്കുണ്ടായിരിക്കും. ഓരോ സുബ്ഹി നിസ്കാരത്തിലും ഓരോ അസ്ർ നിസ്കാരത്തിലും രാപ്പകലുകളുടെ മലക്കുകൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. ഇടതും വലതും നിന്ന് എഴുതുന്ന മലക്കുകൾക്ക് പുറമെയാണ് ലാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഇടതും വലതും നിന്നുകൊണ്ട് കൃത്യമായി എഴുതിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾക്ക് പുറമെയാണ്. യതഅഖബൂന ഫീകും മലായികത്തുൻ ബില്ലൈലി വമലായികത്തുൻ ബിന്നഹാർ. രാത്രിയിലെയും പകലിലെയും മലക്കുകൾ ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വഫീ സ്വലാത്തിൽ അസ്രി വഫീ സ്വലാത്തിൽ ഫജ്ർ. അസ്ർ നിസ്കാരത്തിലും സുബ്ഹി നിസ്കാരത്തിലും ആ മലക്കുകൾ സംഗമിക്കുകയാണ്. ثم يعرج الذين باتوا فيكم. നിങ്ങളോടൊപ്പം രാത്രിയിൽ നിങ്ങളുടെ അമലുകൾ നിരീക്ഷിക്കുവാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മലക്കുകൾ കയറിപ്പോകും. ഫയസ്അലുഹും റബ്ബുഹും വഹുവ അഅലമു ബിഹിം. അവരുടെ റബ്ബ് അവരോട് ചോദിക്കുകയാണ്, മലക്കുകളോട്, വഹുവ അഅലമു ബിഹിം. ചോദിച്ചിട്ട് അവർ ഉത്തരം പറഞ്ഞതിന് ശേഷം അറിയുന്ന റബ്ബല്ല, ആലിമുൽ ഗൈബി വശ്ശഹാദ. ഈ ചോദ്യവും ഉത്തരവുമൊക്കെ നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ്. മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ, ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ഫയസ്അലുഹും റബ്ബുഹും വഹുവ അഅലമു ബിഹിം. അവരെ സംബന്ധിച്ച് യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ഏറ്റവും നന്നായി അറിയുന്ന റബ്ബ് അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, കൈഫ തറക്തും ഇബാദി. എന്റെ ഇബാദകളെ നിങ്ങൾ എങ്ങനെയാണ് വിട്ടേച്ചു പോകുന്നത്? ഫയഖൂലൂന തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ അവരെ പിരിയുന്ന സമയത്ത് അവരെ നിസ്കരിക്കുകയാണ്. കാരണം നിസ്കാരത്തിലാണ് അവർ സംഗമിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. സുബ്ഹി നിസ്കാരത്തിലും അസ്ർ നിസ്കാരത്തിലുമായിരിക്കും രാപ്പകലുകളുടെ മലക്കുകൾ സംഗമിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നിസ്കാരങ്ങളാണ്. ചെല്ലുമ്പോഴും അവര് നിസ്കരിക്കുകയാണ്, അവരെ വേർപിരിയുന്ന സമയത്തും അവര് നിസ്കരിക്കുകയാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ നമ്മുടെ ഏടുകളിൽ മറക്കാനാകാത്ത അധ്യായം രചിച്ചെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണ നേരിട്ട്
വലത് കൈയിൽ ഗ്രന്ഥവും നൽകപ്പെട്ട് സന്തോഷത്തോടുകൂടി അല്ലാഹുവിനെ കണ്ടുമുട്ടി ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ബോധ്യപ്പെടുത്തി അല്ലാഹു നിങ്ങളിലും നിങ്ങൾ അല്ലാഹുവിലും സന്തുഷ്ടരായി റാദിയത്തൻ മർദിയ സംഭവിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവരോട് പറയപ്പെടും, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തതിന്റെ ഫലമായി നിങ്ങൾ ആനന്ദത്തോടുകൂടി പാനം ചെയ്യുക, നിങ്ങൾ സന്തോഷത്തോടുകൂടി ഭുജിക്കുക. കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്റഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ച ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്ന ലിറബ്ബികും അസ്സ വജല്ല ഫീ അയ്യാമി ദഹ്രികും നഫഹാത്. ഇന്ന ലിറബ്ബികും അസ്സ വജല്ല ഫീ അയ്യാമി ദഹ്രികും നഫഹാത്. നിങ്ങളുടെ റബ്ബിന് വർഷങ്ങളിൽ ചില ദിവസങ്ങളിൽ ചില ഔദാര്യം, ചില പ്രത്യേകമായ സമ്മാനങ്ങളുണ്ട്, ഔദാര്യങ്ങളുണ്ട് ജനങ്ങൾക്ക് നൽകാനായി. ഫതഅറദൂ ലഹാ, നിങ്ങൾ അതിനു വേണ്ടി വിധേയരാകുക. ലഅല്ല അഹദകും അൻ തുസീബഹു മിൻഹാ നഫഹ, അല്ലാഹുവിന്റെ ആ വലിയ ഔദാര്യത്തിൽ നിന്ന് ഒരു ഔദാര്യം, ഒരു സമ്മാനം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ലാ യശ്ഖാ ബഅദഹ അബദ, ഒരിക്കലും അവന് പിന്നീട് പരാജയപ്പെടേണ്ടി വരില്ല, അവനൊരിക്കലും തോറ്റുപോകില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അത്തരം ഒരു സുവർണാവസരമാണ് പരിശുദ്ധ റമദാനിന് ശേഷം അൽഹംദുലില്ലാഹ് ഏതൊരു അനുഗ്രഹങ്ങളും നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ശുക്ർ ചെയ്യണം. റമദാൻ വരുമ്പോൾ അതിന്റെ തുടക്കത്തിൽ അൽഹംദുലില്ലാഹ് നമ്മൾ ഒരുപാട് അല്ലാഹുവിനെ സ്തുതിച്ചു. ഏതൊരു നന്മയുടെ പേരിലും അല്ലാഹുവിനെ സ്തുതിച്ചാൽ ലഇൻ ശകർതും ലഅസീദന്നകും വഇത്തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങളുടെ റബ്ബ് അറിയിച്ച കാര്യം ഞാൻ അറിയിച്ചത് അല്ലാഹുവിന്റെ വലിയ വിളംബരമാണ്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിച്ച തോതിൽ നൽകാമെന്ന്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച കുറെ ദിവസങ്ങളും രാത്രികളും നമ്മെ സമീപിക്കുന്നു എന്നറിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സന്തോഷമാണ്, മുഅ്മിനീങ്ങളുടെ മനസ്സിൽ സന്തോഷമാണ്. അവരതിന്റെ പേരിൽ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. വർദ്ധിച്ച അനുഗ്രഹങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്യാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത രാത്രികളാണ് വരാനിരിക്കുന്നത്, സത്യം ചെയ്ത ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ ഒരധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാകും, വൽ ഫജ്ർ വലയാലിൻ അശ്ർ, വൽ ഫജ്ർ വലയാലിൻ അശ്ർ. ആ പ്രഭാതത്തിൽ സത്യം, ആ പ്രഭാതത്തിൽ സത്യം, ആ 10 രാത്രികളിൽ സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ, വിളംബരം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യമാണ്. പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യാമുൽ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ ദിവസങ്ങളാണ് ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസം. പ്രത്യേകം അല്ലാഹുവിനെ ഓർക്കുവാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ മഹത്വം വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, മാ മിൻ അയ്യാമിൻ അൽഅമലു സ്സാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കുവാൻ ഈ ദിവസങ്ങളെ പോലെ മറ്റൊരു ദിവസങ്ങളില്ല. അഫ്ളു അയ്യാമി ദുനിയ,
അഫ്ളലു അയ്യാമിദ് ദുനിയ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം അമൂല്യമാണ്. കാരണം മസ്തൂഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യമാണ്, സൽക്കർമ്മം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ ഈ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസത്തെ പോലെ വേറൊരു ദിവസങ്ങളില്ല എന്ന് പറയുമ്പോൾ എത്ര പ്രാധാന്യമായിരിക്കും. ഫഖാലു, സഹാബത്തിന് സംശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് വലിയ പ്രതിഫലാർഹമായ സംഭവമാണല്ലോ. വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന് പോലും ഇത്ര പ്രതിഫലമില്ല എന്നാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അധ്വാനിക്കുന്നുവെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ ധനവും നിങ്ങളുടെ സമ്പാദ്യവും കൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും വലിയ പവിത്രമായ പുണ്യമുള്ള കാര്യമാണ്. പിന്നെ ഒരാളെ ഒഴിവാക്കിയിട്ടുണ്ട്, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി, ഒരാളുടെ ജീവൻ കൊണ്ട്, ഒരാളുടെ മുഴുവൻ സമ്പാദ്യവും എടുത്തുകൊണ്ട് അവൻ രണാങ്കണത്തിലേക്ക് പോകുകയാണ്. ഫലം യർജി മിൻ ദാലിക ബിശൈഇ, അവൻ ഒന്നുകൊണ്ടും തിരിച്ചു വന്നില്ല, അവന്റെ ജീവൻ ബാക്കിയായില്ല, അവന്റെ ധനവും ബാക്കിയായില്ല. അങ്ങനെയുള്ള ഒരു മുജാഹിദ് ഒഴികെ അദ്ദേഹത്തെ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പൊ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രീതി സമ്പാദിക്കുവാൻ ഏറ്റവും നല്ല രാത്രിയാണ്, ഏറ്റവും നല്ല പകലുകളാണ് നമ്മുടെ മുൻപിൽ സമ്മേളിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടു, പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10-നാണോ പുണ്യം, അതോ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കാണോ പുണ്യമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരിക്കെ, പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവസാനത്തെ 10-ൽ നിങ്ങൾ അന്വേഷിച്ചുകൊള്ളുക. അപ്പോ പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10-നാണോ പ്രാധാന്യം, അതോ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10-നാണ്? മഹാനവറുകൾ അതിന് മറുപടി പറഞ്ഞത്, പകലുകൾ വീക്ഷിച്ചു നോക്കുമ്പോൾ പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10-നേക്കാളും പുണ്യമുള്ളതാണ് ദുൽഹജ്ജിന്റെ ആദ്യത്തെ അയ്യാമുൽ മഅലൂമാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആദ്യത്തെ 10 ദിവസം. നമ്മൾ ഓർക്കണം, പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10-നേക്കാളും പുണ്യമുള്ള ദിവസങ്ങൾ, അഫ്ളലു അയ്യാമിദ് ദുനിയ. ഇങ്ങനെയൊക്കെ മനസ്സിലിരുത്തണം. ഇങ്ങനെയൊക്കെ മനസ്സിലിരുത്തിയാലാണ് കൂടുതൽ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അടുപ്പം സമ്പാദിക്കുവാൻ നമുക്ക് കഴിയും. എന്നാൽ രാത്രി പരിശോധിച്ചു നോക്കുമ്പോൾ പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ രാത്രിയിൽ ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുള്ളതുകൊണ്ട് രാത്രിക്ക് ഏറ്റവും ബഹുമാനമുള്ളത് പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ രാത്രിയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ് അതിന്റെ ഫത്വാവയിൽ. അപ്പൊ സൽക്കർമ്മങ്ങൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയമാണ് എന്ന് വിശ്വസിച്ച, എന്ന് മനസ്സിലാക്കിയ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവൻ അടങ്ങിയിരിക്കാൻ കഴിയുമോ? പ്രത്യേകിച്ച് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും ചെയ്യാനുള്ള ആരോഗ്യവും തൗഫീഖും നമുക്ക് വളരെ കുറവാണ്. എങ്കിലും നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ലളിതമായ, നമ്മുടെ ചെറിയ ഈമാൻ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നാം അല്ലാഹുവിനോട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ദുആ ചെയ്യാം. ആദ്യമായി എന്നോടും നിങ്ങളോടും ഉപദേശിക്കുവാനുള്ളത് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാനാണ്.
പരിശുദ്ധ റമദാനിന്റെ തുടക്കത്തിലും നമ്മൾ ഇത് തന്നെ സൂചിപ്പിച്ചു. തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ആളുകൾ ആരാണെന്ന് അറിയാമോ? ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. എന്താണ് തവ്വാബ് എന്ന് പറഞ്ഞാൽ? കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കുന്ന ആള് എന്നാണ് അർത്ഥം. തായിബ് എന്ന് പറഞ്ഞാൽ മടങ്ങുന്നവനാണ്. തവ്വാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൂപ്പർലേറ്റീവ് ഫോമാണ് തവ്വാബ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങളുടെ ഫ്രം എന്തുമാകട്ടെ, നിങ്ങളുടെ ദോഷങ്ങൾ എത്ര വലുതുമാകട്ടെ, ഗഫ്ഫാറായ അല്ലാഹുവിനോട് നിങ്ങൾ തൗബ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു. ഒരാൾക്കൊരു അബദ്ധം സംഭവിച്ചു, അയാൾ അല്ലാഹുവിനെ ഓർമ്മ വന്നു. ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ എന്റെ ദോഷം പൊറുക്കുന്നവൻ ആരുണ്ട്? അബദ്ധം വന്നുപോയതിൽ അവൻ വല്ലാതെ ഖേദിക്കുകയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ അവൻ ചെയ്തു കൂട്ടേണ്ട കാര്യത്തിൽ വീഴ്ച വരുത്തിയതിൽ അവൻ വല്ലാതെ ഖേദിച്ചു പോവുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദോഷങ്ങളൊക്കെ തുടച്ചു കളയുവാൻ അല്ലാഹു തയ്യാറാണ്. അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു. ദോഷം തീരെ സംഭവിക്കാത്തവരാരുണ്ട്? കുല്ലു ഇബ്നു ആദം ഖത്താഊൻ വ ഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ. മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഖൈറായ മനുഷ്യരുണ്ടെങ്കിൽ അത്തവ്വാബൂൻ, അങ്ങേയറ്റം അല്ലാഹുവിന്റെ വഴിയിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ആളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, ആത്മാർത്ഥമായിട്ട് നാം അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും അല്ലാഹുവിന്റെ വഴി സ്വീകരിക്കുകയും ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക. മടങ്ങി വരുമ്പോൾ അല്ലാഹുവിന്റെ വഴിയാണ് നാം സ്വീകരിക്കേണ്ടത്. അല്ലാഹു വിളിച്ച വഴി, അതിൽ നിന്ന് വ്യതിചലിച്ചു പോയി, അതിൽ നിന്നാണ് തൗബ. ആ വ്യതിചലിച്ചു പോയതിന്റെ പേരിൽ, ആ വഴുതിപ്പോയതിന്റെ പേരിൽ അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വഴിതലുകളും നമുക്ക് മാപ്പാക്കി തരും. നമ്മുടെ ഏടുകളിൽ യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത്, യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത്. അവൻ ഉദ്ദേശിക്കുന്നത് വഹുവ ഫഅാലുൻ ലിമാ യുരീദ് ലാ യസ്അലു അല്ലാ യഫ്അൽ. അവൻ ചെയ്യുന്നത് ചോദിക്കാൻ ആരുമില്ല ഇവിടെ. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യും, അവൻ ഉദ്ദേശിക്കുന്നത് അവനെ മായ്ച്ചു കളയും, അവൻ ഉദ്ദേശിക്കുന്നത് ഏടുകളിൽ നിലനിർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇങ്ങനെയുള്ള ഗഫ്ഫാറായ അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നാം തൗബ ചെയ്ത് പരിശുദ്ധമായ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് നാം തയ്യാറായി നിൽക്കുക. രണ്ടാമതായി എന്നെയും നിങ്ങളെയും ഉണർത്തുവാനുള്ളത് നിസ്കാരത്തിന്റെ കാര്യമാണ്. നമ്മുടെ ഹൃദയം ഏറ്റവും കൂടുതൽ ശാന്തമാക്കാനുള്ള വഴിയാണ് നിസ്കാരം. നമ്മെ ശുദ്ധിയാക്കാനുള്ള മഹാസംഭവം, അല്ലാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാനുള്ള മഹാസംഭവമാണ് നിസ്കാരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ തുമഇനീനത്ത് കൃത്യമായി പാലിക്കുക. അതിൽ ഓരോ വാക്കിലും നാം അല്ലാഹുവിനെ തസ്ബീഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തക്ബീർ ചെയ്യുകയാണ്. ഓരോ സുജൂദിനും സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി. അല്ലാഹുവിനെ സ്തുതിക്കുകയും അല്ലാഹുവിനെ വാഴ്ത്തുകയും അല്ലാഹുവിനോട് അതോടൊപ്പം മാപ്പ് ചോദിക്കുകയും ചെയ്യുകയാണ് ഓരോ സുജൂദിലും ഓരോ റുകൂഇലും. അല്ലാഹുവിനോട് ഏറ്റവും അടുപ്പം സമ്പാദിക്കുന്ന സന്ദർഭമുണ്ടെങ്കിൽ അത് സുജൂദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഅക്സിറു ഫീഹി ദുആ, ഫഅക്സിറു ഫീഹി ദുആ. സുജൂദിൽ ദുആ നിങ്ങൾ വർദ്ധിപ്പിക്കണം. സുന്ദരമായ ദുആകൾ നമ്മൾ പഠിക്കണം. സുജൂദിലും റുകൂഇലും നമുക്ക് സ്വന്തമായിട്ട് അല്ലാഹുവിനോട് ഒരുപാട് നേരം കൈ നുസബ്ബിഹക കസീറൻ വനദ്കുറക കസീറ എന്ന് പറഞ്ഞില്ലേ? അല്ലാഹുവേ, നിന്നെ ധാരാളമായി ഓർക്കുവാൻ,
നിനക്ക് ധാരാളമായി തസ്ബീഹ് പറയുവാൻ, തീർച്ചയായും ആ ഒരു സൗഭാഗ്യം നമ്മുടെ സുജൂദിലും നമ്മുടെ റുകൂഇലുമൊക്കെ തീർച്ചയായിട്ടും കടമ നിർവഹിക്കുന്ന നിസ്കാരത്തിലൊക്കെ ഉപരി സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാനങ്ങനെ നിസ്കരിക്കുന്നതായി കാണുന്നു, അതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മളത് ആഗ്രഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം, അതേ സുജൂദ്, അതേ തുമഇനീനത്ത്, അതേ സന്തോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ല പ്രയാസങ്ങളും ഉണ്ടായാൽ ഫസ്ഫസിഅ ഇലസ്സലാ, ഇദാ ഹജബഹു അംറുൻ ഫസ്ഫസിഅ ഇലസ്സലാ, വല്ല പ്രയാസവും ഉണ്ടായാൽ, വല്ല മാനസികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ ഉടനെ നിസ്കാരത്തിലേക്ക് വരും. കാരണം നിസ്കാരം തുമഇനീനത്താണ്, ദിക്റാണ്, തസ്ബീഹാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തെ ശാന്തമാക്കാനുള്ള ഓരോ മന്ത്രങ്ങളാണ് നിസ്കാരത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതായി എനിക്ക് ഉണർത്തുവാനുള്ളത് എന്നെയും നിങ്ങളെയും സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലല്ലാ 12 റകഅതൻ ഫീ യൗമിൻ വലൈല ബുനിയ ലഹു ബിഹിന്ന ബൈതുൻ ഫിൽ ജന്ന. ഓരോ ദിവസവും സ്വർഗ്ഗത്തിൽ ഒരു വീട് നിർമ്മിക്കുന്നവരായിരിക്കണം നമ്മൾ. 12 റക്അത്ത് ഓരോ ഫർദ് നിസ്കാരത്തിന്റെ ശേഷവും മുമ്പുമുള്ള നിസ്കാരത്തിലായിക്കൊണ്ട് 12 റക്അത്ത് ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ അവന് വേണ്ടി വീട് പണിയപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് ദുഹാ നിസ്കാരം, എത്രയോ സമയങ്ങൾ നമ്മൾ ഈ ലോകത്ത് സുജൂദ് ചെയ്യാതെ, റുകൂ ചെയ്യാതെ, അല്ലാഹുവിനെ ഓർക്കാതെ വെറുതെ മുഴുകിപ്പോകുകയാണ്. ദുനിയാവിന്റെ ഷർറിൽ നമ്മൾ കുടുങ്ങിപ്പോകുകയാണ്. എത്ര സമയമാണ് ആസ്വദിച്ച് മൊബൈൽ നോക്കുന്നത്, എത്രയോ സമയങ്ങളാണ് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇഷ്ടപ്പെട്ട ആളുകളുമായി നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ നിസ്കാരം എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്ത ഭാരമായി തോന്നുന്നുവല്ലേ? ഖുശൂഇന്റെ കുറവാണ്, ഇൽമിന്റെ കുറവാണ്. വഇന്നഹാ ലകബീറത്തുൻ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ وإنها لكبيرة إلا على الخاشعين. ഈ നിസ്കാരം വലിയ വെയിറ്റുള്ള സംഗതിയാണ്, വലിയ ഭാരമാണ്, താങ്ങാൻ കഴിയുന്നില്ല, എടുത്താ പോകുന്നില്ല. ആർക്കും ഇല്ല ആലൽ ഖാശിഈൻ, ഖുശൂഉള്ള ആളുകൾക്കൊഴികെ. ഖുശൂഉള്ള ആളുകൾ ആരാണ്? വിവരമുള്ള ആളുകളാണ്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, അല്ലാഹുവിന്റെ ഇബാദുകളിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് ഉലമാക്കളാണ്, വിവരമുള്ള ആളുകളാണ്. നിസ്കാരത്തിന്റെ സ്ഥാനം അവർ പഠിച്ചു, നിസ്കാരത്തിന്റെ ബഹുമാനം അവർ പഠിച്ചു. നിസ്കാരത്തിന് അവര് അവരുടെ മുമ്പിൽ, ആരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ്, ആരോടാണ് ദുആ ചെയ്യുന്നത്, ആരോടാണ് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നവര് പഠിച്ചു. ആ സുജൂദിന്റെ സ്ഥാനം, അതിന്റെ മഹത്വം, അതിന്റെ ബഹുമാനം എല്ലാം അവര് പഠിച്ചു. വല്ലാത്ത ഭക്തിയും ആദരവുമാണ് അവരുടെ നിസ്കാരത്തിൽ. ആ നിസ്കാരത്തിൽ മാറ്റമുണ്ടാകും തീർച്ചയായും. ആ നിസ്കാരത്തിൽ അവരെ ആസ്വദിച്ച്, ആ സമയം ആസ്വദിച്ച് നിസ്കരിക്കാൻ അവർക്ക് കഴിയും. വല്ലാത്ത ആസ്വാദനമാണ്. വഖുറത്തു ഐനി ഫിസ്സലാ, ഖുറത്തു ഐനി ഫിസ്സലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ കൺകുളിർമയാകുന്നത് നിസ്കാരത്തിലാണ്. സന്തോഷത്തിന്റെ അവസാനത്തെ വാക്കാണ് കൺകുളിർമ. കൺകുളിർമയാകുന്നത് നിസ്കാരത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദുഹാ നിസ്കാരം, പകൽ സമയം എപ്പോഴും നമ്മൾ സമയമുണ്ടായിട്ട് പോലും മടി കാണിക്കുന്ന, ഒരു അവഗണിച്ചു കളയുന്ന നിസ്കാരമാണ് ദുഹാ നിസ്കാരം. ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭിക്കാം. റമദാനിന് ശേഷം ചില അബദ്ധങ്ങളും അതുപോലെ ചില മടിയും അബദ്ധങ്ങളുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് അല്ലാഹുവിന്റെ വഴിയിലേക്ക് വരാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരികയാണ്. നിസ്കാരത്തിന്റെ വാതിലുകൾ തുറന്നുകൊണ്ട് നാളെ സ്വർഗത്തിൽ നിസ്കാരത്തിന്റെ വാതിലിലൂടെ വിളിക്കപ്പെടുന്ന ആളിൽ ഞാൻ ഉൾപ്പെടണം എന്ന ആഗ്രഹം നമുക്കുണ്ടാകണം. അതല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർജു അൻ തകൂന മിൻഹും, ഈ സ്വർഗ്ഗത്തിലെ എല്ലാ വാതിലിലൂടെയും വിളിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു.
അതേ അർജു അൻ തകൂന മിൻഹും, താങ്കൾ അവരിൽ ഉൾപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ മത്സരിക്കുക. ഫസ്തബിഖുൽ ഖൈറാത്ത്, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ മത്സരിക്കുക. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ മത്സരിക്കുക. ഇത് ചെറിയ സമയമാണ്, ഇത് ചെറിയ സമയമാണ്. നമ്മളെ പിശാച് വഞ്ചിച്ചിരിക്കുകയാണ്. അലൈകലയിലും ത്വീൽ, നിനക്ക് സുദീർഘമായ രാത്രിയുണ്ട്. അത്തസ്വീഫ്, പിന്നെ ചെയ്യാം. ഒരുപാട് അവസരങ്ങളുണ്ട് നിന്റെ മുന്നിൽ. നിന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്നത് ശൈത്താനാണ്. എത്രത്തോളം വരും എന്നറിയാമോ? ഈ ലോകത്തിലെ മൊത്തം ദുരിതങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഈ ലോകത്ത് ഏറ്റവും ദുരിതമനുഭവിച്ച ഒരു വ്യക്തിയെ സ്വർഗത്തിൽ ഒന്ന് കാണിച്ച് പുറത്തെടുക്കും. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സെക്കൻഡുകളെ എത്ര ചുരുക്കിയാലും, മൈക്രോ സെക്കൻഡോ അല്ലെങ്കിൽ അൾട്രാ സെക്കൻഡോ എന്താക്കി തിരിച്ചാലും തെറ്റാണ്. സമയബന്ധിതമല്ലാത്തൊരു ലോകത്ത് സംഭവിക്കുന്ന ഒരു മഹാസംഭവമാണ്. അങ്ങനെ സ്വർഗത്തിൽ ഒന്ന് കാണിച്ചിട്ട്, ഏറ്റവും ദുരിതം അനുഭവിച്ച വ്യക്തിയെ സ്വർഗം ഒന്ന് കാണിച്ച് പുറത്തെടുത്തിട്ട് വല്ല ദുരിതവും നിനക്ക് കടന്നുപോയിട്ടുണ്ടോ എന്ന് ചോദിക്കില്ല. വല്ലാഹി യാ റബ്ബ്, അല്ലാഹുവിൽ സത്യം, അങ്ങനെ ഒരു ദുരിതം ഞാൻ കണ്ടിട്ടില്ല. വല്ല ദുരിതത്തിന്റെ അടുത്തുകൂടി നീ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും അവന്റെ മറുപടി അതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇവിടെയുള്ള സകല പ്രശ്നങ്ങളും അതാണ് അല്ലേ? നമുക്ക് റെസ്റ്റ് കിട്ടുന്നില്ല, മറ്റേ കിട്ടുന്നില്ല. കനൗമത്തിൽ അറൂസ്, സുദീർഘമായി ഇനി ഉറങ്ങാനുള്ളതാണ്. സുദീർഘമായി കുലു വശ്റബു ഹനീഅൻ ബിമാ അസ്റഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, ഫിൽ അയ്യാമിൽ ഖാലിയ. നിങ്ങൾ മുതൽ കൂട്ടി വെച്ചിട്ടില്ലേ? ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ കരുതി വെച്ചിട്ടില്ലേ? അതുകൊണ്ട് നിങ്ങൾ യഥേഷ്ടം സന്തോഷത്തോടുകൂടി ഭുജിച്ചുകൊള്ളുക, നിങ്ങൾ ആഹരിച്ചുകൊള്ളുക, നിങ്ങൾ പാനം ചെയ്തുകൊള്ളുക എന്നവരോട് പറയപ്പെടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകളാണിതൊക്കെ. അതുകൊണ്ട് രാത്രികാല സുന്നത്ത് നിസ്കാരം, ദുഹാ നിസ്കാരം, ഫർള് നിസ്കാരത്തിന്റെ ശേഷവും മുമ്പുള്ള നിസ്കാരം, ഫർള് നിസ്കാരത്തിലുള്ള ശുഷ്കാന്തി, തീർച്ചയായും ഈ നിസ്കാരം കൊണ്ട് നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുവാനുള്ള പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ചോദിക്കുന്ന സൽക്കർമ്മം അവരുടെ നിസ്കാരത്തെ സംബന്ധിച്ചായിട്ട്. നാലാമതായി എനിക്ക് ഉണർത്താനുള്ളത് നോയമ്പിന്റെ കാര്യമാണ്. പ്രത്യേകിച്ച് ദുൽഹജ്ജ് 1 മുതൽ അവസാനത്തെ 9 വരെ അറഫയുടെ നോമ്പ് വരെ. അറഫയുടെ നോമ്പിനും വേറെ പ്രത്യേകതയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസൂമു 9 ദിൽഹിജ്ജ, ദുൽഹജ്ജ് 9 ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. ആശൂറ ദിവസവും, എല്ലാ മാസവും 3 ദിവസവും. ഇതൊക്കെ ഹദീസിൽ സ്ഥാപിതമായിട്ടുള്ള, സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോ നോമ്പ് നോറ്റുകൊണ്ട് അള്ളാഹുവിന്റെ സമീപം കരസ്ഥമാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? സൽക്കർമ്മം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ ഇതുപോലെ വേറെ ദിവസങ്ങളില്ല എന്നല്ലേ. അസ്സൗമുലി വഅന അജ്സീ ബി, നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പിന്റെ പ്രതിഫലം ഞാനാണ് നൽകുക എന്ന് പറഞ്ഞു. അതോടൊപ്പം ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ മനസ്സിനെ നാം അതിന് പാകപ്പെടുത്തുക. നമ്മൾ സ്വന്തത്തിന് വേണ്ടി നാം എന്തൊക്കെയാണ് ചെലവഴിക്കുന്നത്? ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന് വേണ്ടി 10 ലക്ഷം രൂപ വരെ നമ്മൾ ചെലവഴിക്കുന്നു അല്ലേ? 10 ലക്ഷം രൂപ വരെ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന്, നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 1, 2 ഇതൊക്കെ കിട്ടാൻ വേണ്ടി RTO വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, എത്ര ഈ ഒരു ദുരഭിമാനത്തിന്റെ പേരിൽ എത്ര ലക്ഷങ്ങളാണ് പൊടിപൊടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു കാലത്ത് പറയേണ്ടി വരില്ലേ? എനിക്കൊരുപാട് ധനമുണ്ടായിരുന്നു, ലക്ഷങ്ങളുണ്ടായിരുന്നു. എന്റെ ധനം എനിക്ക് ഫലപ്പെട്ടില്ലല്ലോ, എന്റെ എല്ലാ തെളിവുകളും എനിക്കിവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നല്ലോ. നിങ്ങളവനെ പിടിക്കണം, ചങ്ങലക്കിട്ട് ബന്ധിക്കണം. 70 മുഴമുള്ള ചങ്ങലക്കിട്ടവനെ ബന്ധിക്കണം. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം വലാ യഹുദ്ദു അലാ തഅമിൽ മിസ്കീൻ. അല്ലാഹു പറഞ്ഞ കുറ്റം എന്താണ്? അവൻ ചെയ്തത് എന്താണ്? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം, മഹാനായ അല്ലാഹുവിൽ വിശ്വസിക്കാത്തവനാണ്.
അഗതികൾക്ക് ആഹാരം നൽകാൻ പ്രേരണ നൽകാത്ത ആളുകളാണിവൻ. ഇവനെ പിടിക്കണം, നരകത്തിലിട്ട് ബന്ധിക്കണം, ചങ്ങലക്കിട്ട് ബന്ധിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നഊദു ബില്ലാഹി മിൻ ദാലിക്. അല്ലാഹുവിന്റെ മാർഗത്തിൽ സന്തോഷത്തോടു കൂടി അർ-റഹ്മാൻ എന്ന അല്ലാഹുവിന്റെ സിഫത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മൾ അതാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന്റെ സുന്ദരമായ നാമങ്ങൾ നമ്മൾ സാംശീകരിച്ചെടുക്കുക, നമ്മുടെ ജീവിതത്തിൽ അത് പ്രദർശിപ്പിക്കുക. അർ-റഹ്മാനായ അല്ലാഹുവിന്റെ ആ സിഫത്തുകൾ പ്രകടിപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക, ധാരാളമായി കൈയഴിഞ്ഞുകൊണ്ട് ചെലവഴിക്കുക. ആറാമതായി എനിക്ക് നിങ്ങളെ ഉണർത്തുവാനുള്ളത് ദിക്ർ. പ്രത്യേകിച്ച് ദിക്റും ഖുർആനും സ്വലാത്തും ഒക്കെ നമ്മൾ വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് അല്ലാഹുവിനെ പ്രത്യേകമായി ഓർക്കണം എന്ന് അല്ലാഹുവിന്റെ നാമത്തെ ഓർക്കണം. ഫി അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. അതിൽ ഏറ്റവും സുന്ദരമായ ദിക്റുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും എനിക്ക് മുമ്പുള്ള എന്റെ മുൻഗാമികളും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും അഫ്ളലായ വചനമുണ്ടെങ്കിൽ അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി. എത്ര സുന്ദരമാണെന്ന് ഓർക്കുക. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ ഏറ്റവും പവിത്രമായ വചനമുണ്ടെങ്കിൽ അത് ഏതാണെന്നറിയാമോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. تهليل عند أدل، تسبيح عند أدل، تحميد عند الله نستذكر عند، تكبير عند أدل. سبحان الله وهو على كل شيء قدير. അത് ഒരേ സമയം പ്രതിജ്ഞയാണ്, ദുആയാണ്, ഈമാനാണ്, മഹത്തായ ദിക്റാണ്. വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ നാവ് അതിൽ നനഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പ്രത്യേകിച്ച് മറ്റൊരു ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അല്ലാഹുവിനെ, റഹ്മാനായ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളത്, മീസാനിൽ ഏറ്റവും ഭാരമുള്ളത്, നാവിന് ഏറ്റവും ലളിതമായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സമീപത്തെത്താൻ ഏറ്റവും ഇഷ്ടമുള്ള സമയം ഇതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വചനങ്ങൾ പറഞ്ഞുകൊണ്ട് നാം സ്വയം സന്തുഷ്ടരാകുന്നു, അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. സ്വർഗത്തിലെ നിധി നമ്മുടെ നാവിലുണ്ടാവട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയുമില്ല, ഒരു കഴിവുമില്ല എന്ന് സമ്മതിച്ചു പറയുകയാണ്. തൗബ നമ്മുടെ നാവിൽ തുമ്പിലുണ്ടാവട്ടെ. സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എപ്പോഴും സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. നിശ്ചയം അല്ലാഹുവും അവന്റെ മലക്കുകളും ഈ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈമാനുള്ളവരെ ഈമാനിനെ തൊട്ട് ഉണർത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈ റസൂലിന്റെ പേരിൽ സ്വലാത്തും സലാമും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമേ എന്ന് പറഞ്ഞു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീനാ മുഹമ്മദ്. ഇങ്ങനെ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട്, ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, തൗബയുടെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി പോലുള്ള ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ പോലുള്ള ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സമീപത്തെത്താനുള്ള മത്സരങ്ങളാവട്ടെ ഇൻഷാ അല്ലാഹ്. മറന്നു പോകരുത്, നിങ്ങൾ പരസ്പരം വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഏറ്റവും സുന്ദരമായ ലളിതമായ ഒരു അധ്യായമാണല്ലോ. മനുഷ്യരെല്ലാം നാശത്തിലാണെന്ന് പറഞ്ഞു. ഇല്ലല്ലദീന ആമനു, ഈമാനുള്ളവർ ഒഴികെ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മം പ്രവർത്തിച്ച ആളുകൾ ഒഴികെ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ക്ഷമയും സത്യവും പരസ്പരം ഉപദേശിച്ച ആളുകളും ഒഴികെ. നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭാര്യമാരുടെ ഇടയിൽ, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഇത് നമ്മൾ പ്രചരിപ്പിക്കുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകം ഒരു കാര്യം നിങ്ങളെ ഉണർത്തുവാനുള്ളത്, ദുൽഹജ്ജ് മാസം പിറന്നു കഴിഞ്ഞാൽ ഉദ്ഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആൾ അവരുടെ നഖവും മുടിയും എടുക്കാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിരുന്ന പ്രത്യേക നിർദ്ദേശമാണ് ഉദ്ഹിയ്യത്ത് അറുക്കുന്നത് വരെ. ഉദ്ഹിയ്യത്ത് അറുത്തു കഴിഞ്ഞാൽ മാത്രമേ അവരുടെ നഖവും അവരുടെ മുടിയും അവർ പിന്നെ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. അതുവരെ അവർ ഉദ്ഹിയ്യത്ത് അറക്കുന്ന ആളുകൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, കുടുംബത്തിലെ എല്ലാ മെമ്പർമാരുമല്ല ഉദ്ദേശിക്കുന്നത്. ഈ കാര്യം കൂടി നിങ്ങളെ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ സമീപത്തെത്താനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.